അപ്പോൾ ഗൈസ് പുതിയൊരു വീഡിയോ ആണ്. ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു വണ്ടി ഏകദേശം കുറച്ചായി നോക്കുമ്പോൾ അറിയാം. സീറ്റെല്ലാം ഉണ്ട്, ചെറിയൊരു ബിൽഡ് ലൈറ്റ് പോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ടോപ്പിലെ സംഭവങ്ങളെല്ലാം ടി വി അങ്ങനെയുള്ള കാര്യങ്ങൾ, ബെർത്ത് സംഭവങ്ങൾ, പിന്നെ ഒരു സബ് ബാക്കി കൊടുക്കണമെന്നുണ്ട്. സബിൻ്റെ ചെറിയൊരു പെട്ടി പോലെ. പിന്നെ പറയുകയാണെങ്കിൽ എല്ലാ സീറ്റുകളെല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ സീറ്റുകളും സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇവിടെ നോക്കുമ്പോൾ ഇതേപോലെയാണ് ഗൈസ്. ഇപ്പം ഇതാണ് പുതിയൊരു വർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം ഇതിൻ്റെ വർക്ക് എടുക്കുന്ന വീഡിയോ ഒന്നുമില്ല, ജസ്റ്റ് ഉണ്ടാക്കിയിട്ട് ചെറിയ ഫോട്ടോസ് പോലെ ഇടാം. ഇതാണ് ചെയ്സ്. ഇപ്പം ജസ്റ്റ് ഒരു PVC ഇങ്ങനെ വെച്ചേക്കുവാണ്, ഒട്ടിച്ച് വെച്ചേക്കുവാണ്. സോറി. അപ്പോൾ ഇത് അതിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം ഗൈസ്. ഇതാണ് ടോപ്പ് എന്ന് പറയുന്നത്. ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉള്ളൂ. ഇതാണ് ലൈറ്റ് പോലെ കൊടുത്തിരിക്കുന്നത്. അങ്ങനത്തെ ലൈറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഈ സ്റ്റിക്കറാണ് കേട്ടോ ഗൈസ്. ഇത് സ്വന്തമായിട്ട് ഇങ്ങനെ കൂട്ടിച്ചേർത്തൊരു ഡിസൈൻ പോലെ ആക്കി എടുത്തിട്ട് പിന്നെ അതുകൊണ്ട് പ്രിൻ്റ് എടുത്ത് സെറ്റാക്കി എടുത്തതാണ് ഈ കാണുന്നത്. പിന്നെ ആണെങ്കിൽ സീറ്റ് സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം ഗൈസ്. ഇതാണ് ഉള്ളിലുള്ള കാര്യങ്ങൾ നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടെല്ലാം. 49 സീറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ സീറ്റിനെല്ലാം നമ്മൾ ആ സ്റ്റിക്കർ തന്നെ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു വൈറ്റ് ഒരു സീറ്റ് കവർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നോക്കുമ്പോൾ TV സംഭവങ്ങളൊക്കെ കാണാം. TVയുടെ ക്ലോത്ത് പോലെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് സീറ്റിൻ്റെ ബാക്കി വശങ്ങളൊക്കെ. ചെറിയൊരു ബേസിക്കല്ല, ജസ്റ്റ് ഒരു സിമ്പിളായിട്ടുള്ളത് വർക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം എന്ന രീതിയിൽ സെറ്റപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇൻറ്റീരിയറിൽ നമ്മൾ സിൽവർ ഇനാമിലാണ് അടിച്ചിരിക്കുന്നത്. സിൽവർ ഇനാമിൽ, അതുപോലെ ബാക്കിലും അതേപോലെ ഒരു ക്ലോത്തിൻ്റെ ഡിസൈനോടെ കൊടുത്തിട്ടുണ്ട് ഗ്ലാസ്സിന് ചുറ്റും. ഇനി ക്യാബിനൊക്കെ ജസ്റ്റ് ഒരു സിമ്പിളായിട്ടാണ് ചെയ്തത്. സിമ്പിളെന്ന് വെച്ചാൽ അധികമായിട്ടൊന്നും ഇല്ല. ടോപ്പിൽ ഇതേപോലെ ക്ലോത്ത് കൊടുത്തിട്ടുണ്ട്. സിമ്പിളെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ചിലപ്പോൾ ഒന്നും കൊടുക്കത്തില്ല, പെട്ടെന്ന് വർക്ക് തീർക്കാൻ വേണ്ടി ചിലപ്പോൾ കൊടുക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതിന് പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബീഡിങ് വെക്കണം. ബീഡിങ്, വീലാർച്ച് അതും കൂടെ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉടനെ പിന്നെ ആണെങ്കിൽ ഇവിടെ ഫുള്ള് പ്രൈമർ അടിക്കാനുണ്ട്. ഗ്രേ പ്രൈമർ അടിച്ച് കഴിഞ്ഞിട്ട് അതിന് പിന്നെ ടോപ്പ് വെക്കണം. ടോപ്പ് ഫുള്ള് സെറ്റപ്പ് ചെയ്തിട്ട് വേണം. അതെല്ലാം സെറ്റപ്പ് ചെയ്തെല്ലാം ഓക്കെ ആക്കിയിട്ട് ഇതിൻ്റെ ഇവിടെ ബോഡി ഫിൽറ്ററൊക്കെ ഇടാറുണ്ട്. ബോഡി ഫിൽറ്ററിട്ട് ഈ ഒരു ഇതേപോലെ ഹോൾ വലുതാക്കണം. ഇതേപോലെ എല്ലാ ഹോൾ സെറ്റ് ചെയ്തിട്ട് അതിനുള്ള സംഭവങ്ങൾ സെറ്റപ്പ് ചെയ്തെടുക്കണം. ഡിക്കി കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഓപ്പണബിളാണ്. ഇതാണ് ഉള്ളിലേക്കുള്ള അവസ്ഥ. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ബൈക്ക് ചെയ്യുന്നത് ഗൈസ്. അപ്പം മാക്സിമം നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് ചെയ്തെടുക്കാൻ. ഓക്കെ, ഇതൊക്കെയാണ് ഈ വണ്ടിയുടെ ഒരു ബേസിക്കായുള്ള സംഭവങ്ങൾ ഗൈസ്. ബാക്കി നമ്മൾ ലുക്ക് ഇതാണ്. ഏകദേശം ഞങ്ങളുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. ബസ്സിൻ്റെ ലുക്കുണ്ടോ കമൻറ്റും ചെയ്യത്തില്ലെന്നറിയാം, എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആ ഒരു സംഭവങ്ങളൊക്കെ കാണുമ്പോൾ ഒരു ബസ്സിൻ്റെയൊക്കെ ലുക്കുണ്ട്. മെയിനായിട്ട് ആ ക്ലോത്ത്. ഇതാണ് ഫ്രണ്ടിൽ നിന്നുള്ളത്. ഇവിടെ നമ്മളൊരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള മറ്റൊരു ഇത് വെച്ചിട്ടുണ്ട്, എന്താ പറയുക, സീറ്റ്. പിന്നെ ഉണ്ട് ഇത്രയൊക്കെ ഉള്ള ഡീറ്റെയിൽസ്. ബാക്കിൽ ചിലപ്പോൾ ഒരു JBL ആയിരിക്കും വെക്കുന്നത്, അല്ലെങ്കിൽ മറ്റേ ഇല്ല നോർമൽ ടൈപ്പിൽ ചെറിയൊരു പഞ്ച് ബോക്സ് പോലെ സെറ്റപ്പ് വേണം. അപ്പോൾ അതൊക്കെയാണ് അടുത്തായിട്ടുള്ള ഒരു സെറ്റപ്പ് ചെയ്യാനുള്ളത് ഗൈസ്. അപ്പോൾ ഇതും 13 സെൻറ്റിമീറ്ററാണ്. നമ്മുടെ എല്ലാ വർക്കും 13 സെൻറ്റിമീറ്ററിലാണ് മോട്ടോർ വർക്കെല്ലാം ചെയ്യുന്നത് ഗൈസ്. ഈ വണ്ടിക്ക് ഏകദേശം നീളം എത്ര ഉണ്ടെന്ന് ഞാൻ അളന്ന് നോക്കിയിട്ടില്ല. കൊണ്ട് അത്രയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. കുറച്ചൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട് ഇതിനകത്ത്. ഈ ചെയ്സ് ആയാലും കുറച്ച് ലെങ്ത് കുറവുള്ള ചെയ്സ് ഇത് സെറ്റ് ചെയ്തപ്പോൾ അങ്ങനെ ആയിപ്പോയതാണ് ഗൈസ്. ഇനി ഇതെല്ലാം ക്ലോസ് ചെയ്തിട്ട് ഇനി ടോപ്പിലൊരു ലെയറും കൂടെ വരും, അപ്പോഴേ സെറ്റ് ആകത്തുള്ളൂ. അതുപോലെ ഫ്രണ്ട് വരുമ്പോൾ കുറച്ചൊരു പുട്ടിയൊക്കെയുണ്ട്. ഇവിടെയൊക്കെ പുട്ടിയൊക്കെ ഇടാനുള്ളതാണ്. പിന്നെ ഇത്രയൊക്കെയുള്ളൂ ഗൈസ് വണ്ടിയുടെ സംഭവങ്ങൾ. ഈ വണ്ടിയുടെ വർക്കുകൾ ഇത്രയായിട്ടുള്ളൂ. അപ്പോൾ ഗൈസ് നമ്മൾ മില്ലർ ലൈറ്റിൽ ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. ചെറിയ മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഗ്ലാസ് മാറ്റി. അതാണ് ഗൈസ്, പുതിയൊരു ഗ്ലാസ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. രണ്ടിനും വേറെ രീതിയിലുള്ള സെറ്റപ്പ് ചെയ്ത് നേരത്തെ വെച്ചത് വേറെ സംഭവമാണ്. അത് കളഞ്ഞു കിട്ടിയ ഐറ്റമാണ്. ഇതിപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ബിൽഡ് ചെയ്തെടുത്തിട്ടുണ്ടൊരു ഗ്ലാസ് ഗൈസ്. അത് പക്കയായിട്ട് ലൈറ്റിൻ്റെ ഒരു എഫക്റ്റ് കിട്ടും.
ആ ഒരു കുത്തു പോലെ കിട്ടത്തില്ല, ആ ഒരു റൗണ്ട് ഷേപ്പ് നമുക്ക് കാണാൻ പറ്റും. ജസ്റ്റ് ഇതൊന്ന് ഫെയ്ഡ് ആക്കിയിട്ടുണ്ട്, നൈസിന് സാൻഡ് ചെയ്തൊന്ന് ഫെയ്ഡ് ആക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പക്കയായിട്ട് സെറ്റപ്പായിട്ട് കിട്ടുന്നുണ്ട് ഗൈസ്. ശേഷം ഗൈസ് അപ്പോൾ ബിൽഡ് ലൈറ്റും എല്ലാം കത്തി കഴിയുമ്പോൾ ഉള്ളിൽ ഏകദേശം ഇതുപോലൊക്കെയാണ് മെയിൻ സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ്. ഇതല്ലോ ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ ഗൈസ്, ഈ ഒരു സെറ്റപ്പിൽ